നമസ്കാരം. പ്രധാന വാർത്തകൾ. പ്രസിദ്ധമായ അഞ്ഞൂർ പാർക്കാടി ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം നാളെ. ഒരുക്കങ്ങൾ പൂർത്തിയായി. വിവിധ ദേശങ്ങളിൽ നിന്നായി 50ഓളം ഗജവീരന്മാർ കൂട്ടിയെഴുന്നള്ളിപ്പിൽ അണിനിരക്കും. ദേശീയപാത 66 എടക്കഴിയൂർ കാജ സ്റ്റോപ്പിന് സമീപം കോൺക്രീറ്റ് റെഡി മിക്സ് ലോറിക്ക് പുറകിൽ കാറിടിച്ച് കാർ യാത്രികൻ മരിച്ചു. കൊടുങ്ങല്ലൂർ താനിയത്തിൽ 65 വയസ്സുള്ള രാമനാഥനാണ് മരിച്ചത്. കാറിലുണ്ടായിരുന്ന 3 പേർക്ക് ഗുരുതര പരിക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ UDF വൻ ഭൂരിപക്ഷത്തോടുകൂടി ഭരണത്തിൽ തിരിച്ചുവരുമെന്നും മണലൂരിൽ നഷ്ടപ്പെട്ട പ്രഭാവം വീണ്ടെടുത്ത് മികച്ച വിജയം UDFനുണ്ടാകുമെന്നും AICC സെക്രട്ടറി TN പ്രതാപൻ. മണലൂർ നിയോജക മണ്ഡലം നേതൃയോഗം പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. ചേറ്റുവ ഹാർബറിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോയി കടലിൽ തെറിച്ചു വീണ് കാണാതായ തൊഴിലാളിയുടെ മൃതദേഹം കണ്ടെത്തി. ഏങ്ങണ്ടിയൂർ ഏത്തായി കരുപ്പയിൽ ശങ്കുരുമകൻ വിജീഷാണ് മരിച്ചത്. മൃതദേഹം കണ്ടെത്തിയത് മന്നലാം കുന്നിന് പടിഞ്ഞാറ് 12 നോട്ടിക്കൽ മൈൽ അകലെ ആഴക്കടലിൽ നിന്ന്. വാർത്തകൾ വിശദമായി. പ്രസിദ്ധമായ അഞ്ഞൂർ പാർക്കാടി ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം നാളെ. ഞായറാഴ്ച രാവിലെ നടക്കുന്ന വിശേഷാൽ പൂജകൾക്ക് ക്ഷേത്രം ഊരാളനും മേൽശാന്തിയുമായ തോട്ടപ്പായ മന ശങ്കരൻ നമ്പൂതിരി മുഖ്യ കാർമ്മികനാകും. തോട്ടപ്പായ മന സജീഷ് നമ്പൂതിരി സഹകാർമ്മികത്വം വഹിക്കും. തുടർന്ന് കലം കരിക്കൽ ചടങ്ങുണ്ടാകും. ഉച്ചതിരിഞ്ഞ് 3-ന് വെള്ളിത്തിരുത്തി ഉണ്ണിനായരുടെ പ്രമാണിത്വത്തിൽ നടക്കുന്ന ദേവസ്വം പൂരം എഴുന്നള്ളിപ്പിന് പിതൃകോവിൽ പാർത്ഥസാരഥി ദേവിയുടെ തിടമ്പേറ്റും. 3:30 മുതൽ വിവിധ ദേശങ്ങളിലെ പ്രാദേശിക പൂരങ്ങൾ പാർക്കാടി പാടത്ത് അണിനിരക്കും. 5:45-ന് പാണ്ടിമേളത്തോടെ നടക്കുന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ പാമ്പാടി രാജൻ, പുതുപ്പള്ളി കേശവൻ, തിരുവമ്പാടി ചന്ദ്രശേഖരൻ, ചെർപ്പുളശ്ശേരി അനന്തപത്മനാഭൻ തുടങ്ങി 50ഓളം ഗജവീരന്മാർ അണിനിരക്കും. വൈകിട്ട് 6:45-ന് പകൽപൂരം സമാപിക്കും. തുടർന്ന് വടക്കൻ വാതിൽക്കൽ നാടൻ കലാരൂപങ്ങളുടെ വരവുണ്ടാകും. തിങ്കളാഴ്ച പുലർച്ചെ 2:30-ന് ദേവസ്വം പൂരം എഴുന്നള്ളിപ്പും ദേശം പൂരങ്ങളുടെ വരവിന് ശേഷം 4:30-ന് കൂട്ടിയെഴുന്നള്ളിപ്പും നടക്കും. ശേഷം പൊങ്ങലടിയോടുകൂടി പൂരാഘോഷത്തിന് സമാപനമാകും. പൂരാഘോഷം CCTV പ്രാദേശികം ചാനലിലൂടെയും യൂട്യൂബിലൂടെയും തത്സമയം സംപ്രേഷണം ചെയ്യും. അഞ്ഞൂർ പാർക്കാടി പൂരത്തിനെത്തുന്നവർക്കായി ബയോ ടോയ്ലറ്റ് സൌകര്യമൊരുക്കി. പാർക്കാടി പൂരാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുന്നംകുളം നഗരസഭയുടെ സ്വച്ഛ് ഭാരത് മിഷന്റെ ഭാഗമായുള്ള സ്വച്ഛ് സർവേക്ഷനാണ് ബയോ ടോയ്ലറ്റ് ഒരുക്കിയിരിക്കുന്നത്. ക്ഷേത്രത്തിന്റെ മുൻവശത്തുള്ള പാടത്തിന്റെ ഒഴിഞ്ഞൊരു ഭാഗത്താണ് ശുചിമുറി സൌകര്യം ഒരുക്കിയിട്ടുള്ളത്. 2 വീതം സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി ആകെ 4 ശുചിമുറികളാണ് സജ്ജമാക്കിയിട്ടുള്ളത്. പൂരദിവസമായ ഞായറാഴ്ച രാവിലെ 9 മണി മുതൽ വൈകിട്ട് 8 മണി വരെ ഈ സൌകര്യം ലഭ്യമാകും. പൂരം കാണാൻ വരുന്ന ഇത്രയും ജനത്തിരക്കുള്ള ഒരു പൂരാണെന്ന് എല്ലാവർക്കും അറിയാം. ഈ ഒരു ഇതിൽ നമുക്ക് സ്ത്രീകൾക്കും അതുപോലെ കുട്ടികൾക്കും അതുപോലെ പുരുഷന്മാർക്കും എല്ലാവർക്കും ഒരു സൗകര്യമായിട്ട് നമ്മുടെ ഒരു ടോയ്ലറ്റ് ബയോ ടോയ്ലറ്റ് നമ്മൾ ആദ്യമായിട്ട് ഈ ഭാഗത്ത് പൂരങ്ങളിൽ ആദ്യമായിട്ടാണ് നമ്മളിവിടെ നമ്മുടെ പൂരത്തിന് വയ്ക്കുന്നത്. ഇത് മറ്റുള്ള പൂരങ്ങളും മാതൃകയാക്കേണ്ടതാണ്. അപ്പോൾ അത് നമുക്ക് ഒരുക്കി തന്നുള്ളത് കുന്നംകുളം നഗരസഭയാണ്. അല്ലെങ്കിൽ ഒരു സൗകര്യം നമുക്ക് ഒരുക്കി തന്ന കുന്നംകുളം നഗരസഭയുടെ സെക്രട്ടറിക്കും അതുപോലെ തന്നെ അതിനെ മുൻകൈയെടുത്ത നമ്മുടെ വാർഡ് കൗൺസിലർ ഷജീഷ് അവർക്കും വളരെയധികം ക്ഷേത്രത്തിൻ്റെ പേരിൽ അതുപോലെ തന്നെ ഈ നമ്മുടെ കമ്മിറ്റിക്കാരുടെ പേരിലും നന്ദി രേഖപ്പെടുത്തുകയാണ്. ചേറ്റുവ ഹാർബറിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോയി കടലിൽ തെറിച്ചു വീണ് കാണാതായ തൊഴിലാളിയുടെ മൃതദേഹം കണ്ടെത്തി. ഏങ്ങണ്ടിയൂർ ഏത്തായി കരുപ്പയിൽ ശങ്കുരുമകൻ വിജീഷാണ് മരിച്ചത്. കഴിഞ്ഞ ബുധനാഴ്ച പുലർച്ചെ 4 മണിയോടെയായിരുന്നു വിജീഷ് ഉൾപ്പെടെ 4 സംഘം മീൻപിടുത്തത്തിനായി കടലിൽ പോയത്. കടലിൽ വീശിയ ശക്തമായ കാറ്റിനെ തുടർന്ന് മീൻപിടുത്തം സാധ്യമാകാതെ തിരിച്ചുവരുന്നതിനിടെയാണ് അപകടം സംഭവിച്ചത്. ആടിയുലഞ്ഞ വഞ്ചിയിൽ നിന്നും വിജീഷ് കടലിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. 3 ദിവസം കോസ്റ്റൽ പോലീസും ഫിഷറീസ് വിഭാഗവും കടലിൽ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ശനിയാഴ്ച രാവിലെ മത്സ്യത്തൊഴിലാളികളാണ് കടലിൽ അജ്ഞാത മൃതദേഹം കണ്ടതായി കോസ്റ്റൽ പോലീസിനെ വിവരം അറിയിച്ചത്. തുടർന്ന് SI ലോഫിരാജിന്റെ നേതൃത്വത്തിൽ ഫിഷറീസ് ബോട്ടിൽ ആഴക്കടലിൽ തിരച്ചിൽ നടത്തുന്നതിനിടെ മന്നലാം കുന്നിന് പടിഞ്ഞാറ് 12 നോട്ടിക്കൽ മൈൽ അകലെ ഒഴുകി നടന്നിരുന്ന നിലയിൽ മൃതദേഹം കണ്ടെത്തി. തുടർന്ന് പോലീസ് സംഘം ബോട്ടിൽ കയറ്റി കരയിലെത്തിച്ചു. മുനയ്ക്കക്കടവ് ഹാർബറിലെത്തിച്ച ശേഷം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടു നൽകി.
ദേശീയപാത 66 എടക്കഴിയൂർ കാജ സ്റ്റോപ്പിന് സമീപം കോൺക്രീറ്റ് റെഡിമിക്സ് ലോറിക്ക് പുറകിൽ കാറിടിച്ച് കാർ യാത്രികൻ മരിച്ചു. കൊടുങ്ങല്ലൂർ താനിയത്തിൽ 65 വയസ്സുള്ള രാമനാഥനാണ് മരിച്ചത്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 2:45 അപകടം. പൊന്നാനി ഭാഗത്തു നിന്ന് വരികയായിരുന്ന ഇവർ സഞ്ചരിച്ചിരുന്ന കാർ ലോറിക്ക് പുറകിൽ ഇടിക്കുകയായിരുന്നു. കാറിലുണ്ടായിരുന്ന രാമനാഥന്റെ ഭാര്യ, മകന്റെ ഭാര്യ എന്നിവർക്കും സാരമായി പരിക്കുണ്ട്. ഇവരെ എടക്കഴിയൂർ കെൻസ് ആംബുലൻസ് പ്രവർത്തകർ ചാവക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മൃതദേഹം ചാവക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ UDF വൻ ഭൂരിപക്ഷത്തോടുകൂടി ഭരണത്തിൽ തിരിച്ചുവരുമെന്നും മണലൂരിൽ നഷ്ടപ്പെട്ട പ്രഭാവം വീണ്ടെടുത്ത മികച്ച വിജയം UDF-നുണ്ടാകുമെന്നും AICC സെക്രട്ടറി TN പ്രതാപൻ. UDF മണലൂർ നിയോജക മണ്ഡലം നേതൃയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമസ്ത മേഖലകളിലും പരാജയപ്പെട്ട സർക്കാരായി പിണറായി സർക്കാർ മാറി. മുഴുവൻ മതവിശ്വാസികളെയും ദുഃഖിപ്പിക്കുന്ന സംഭവമായി ശബരിമല സ്വർണ്ണക്കൊള്ള മാറിയെന്നും പ്രതാപൻ കൂട്ടിച്ചേർത്തു. കേരളത്തെ ഇതേപോലെ മതാന്തതയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന, കേരളത്തിൽ അറിഞ്ഞും അറിയാതെയും അതിർവരമ്പുകൾ തീർക്കുന്ന, മനുഷ്യനെ മതിൽ കെട്ടാൻ വേണ്ടി ശ്രമിക്കുന്ന CPM-ന്റെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും ഏറ്റവും ക്രൂരമായ വിഭജന രാഷ്ട്രീയത്തെ കേരളത്തിലെ മതത്തിനും സമുദായത്തിനും അതീതമായി നിൽക്കുന്ന ആളുകളെല്ലാവരും ഒറ്റക്കെട്ടായി നേരിടുന്നൊരു സന്ദർഭമാണ്. ആ സന്ദർഭത്തിലെ ഏറ്റവും വലിയ ഗുണഫലം UDF-ന് തന്നെയാണ് എന്ന കാര്യം നമുക്കെല്ലാവർക്കും. ഫെബ്രുവരി 18-ന് VD സതീശൻ നയിക്കുന്ന യാത്രയ്ക്ക് പാവറട്ടിയിൽ വൻ സ്വീകരണം നൽകുവാൻ നേതൃയോഗം തീരുമാനിച്ചു. UDF നിയോജക മണ്ഡലം ചെയർമാൻ KK ബാബു അധ്യക്ഷനായി. UDF ജില്ലാ ചെയർമാൻ TV ചന്ദ്രമോഹൻ, മുൻ MLA PA മാധവൻ, KPCC ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂർ, KPCC സെക്രട്ടറിമാരായ CC ശ്രീകുമാർ, സുനിൽ അന്തിക്കാട്, KPCC അംഗം CI സെബാസ്റ്റ്യൻ, UDF നേതാക്കളായ PRN നമ്പീശൻ, മുഹമ്മദ് ഗസാലി, എൻജലിയോ, PK രാജൻ, അഡ്വക്കേറ്റ് സുരേഷ് കുമാർ, VG അശോകൻ, CM നൌഷാദ്, സിജു പാവറട്ടി, CJ സ്റ്റാൻലി, KS ദീപൻ, അഫ്തർ അലി തങ്ങൾ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ക്ലമൻസി ഫ്രാൻസിസ്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ആന്റോ ലിജോ, ഗ്രേസി ജേക്കബ് എന്നിവർ സംസാരിച്ചു. കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാതെ ഫോൺ സ്വിച്ച് ഓഫാക്കി ഡ്യൂട്ടി സമയത്ത് ആശുപത്രിയിൽ നിന്ന് മടങ്ങുകയും മൃതദേഹത്തോട് അനാദരവ് കാണിക്കുകയും ചെയ്ത ഡോക്ടറുടെ നടപടിയിൽ പ്രതിഷേധവുമായി നഗരസഭയിലെ BJP കൌൺസിലർമാർ. പാർലമെന്ററി പാർട്ടി ലീഡർ AS ശ്രീജിത്ത്, കൌൺസിലർമാരായ ഗീതാ ശശി, രേഷ്മ സുനിൽ, ഷജീഷ് കില്ലപ്പൻ, അനൂപ് ചീരംകുളം, അധിൻ MA, രജിത സജേഷ് കുമാർ എന്നിവർ നേതൃത്വം നൽകി. താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിന് പരാതി നൽകുകയും ചെയ്തു. കാത്തിരുന്ന വീട്ടുകാരെ മുഴുവൻ വിട്ടികളാക്കിക്കൊണ്ട് പ്രിയ എന്ന് പറയുന്ന ഡോക്ടറെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിക്കൊണ്ട് കുന്നംകുളം ആശുപത്രിയിൽ നിന്ന് ഡ്യൂട്ടി സമയത്ത് പുറത്തേക്ക് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. നമ്മളെല്ലാവരും ഈ വിഷയത്തില് പ്രതിഷേധിക്കേണ്ടതാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലെ കുന്നംകുളം നഗരസഭയിലെ കൗൺസിലർമാരുടെ പ്രതിഷേധമാണ് ഇവിടെ കണ്ടത്. ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഡോക്ടറെ സംസാരിച്ച് നൽകി ഡോക്ടർ അന്വേഷിച്ചിട്ട് കൊണ്ടതായിരുന്നു. കണ്ടിരുന്നു, ഡോക്ടറുമായി കണ്ടപ്പോൾ ഡോക്ടറോട് സംസാരിച്ചിരുന്നു. കൗൺസിലറോട് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ഇൻക്വസ്റ്റ് റിപ്പോർട്ട് കണ്ടതിന് ശേഷം ചെയ്യാം എന്നാണ് കൗൺസിലർ പറയുന്നത്. ആ നിലയ്ക്ക് ഡോക്ടർ പോകുമ്പോൾ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിന്റെ മുകളിൽ നടപടി സ്വീകരിക്കാൻ ഡോക്ടർ ബാധ്യസ്ഥയാണ്, ഒരു സംശയമില്ല. കൊനുമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഇടവക ദേവാലയത്തിലെ സംയുക്ത തിരുനാൾ ആഘോഷത്തിന് തുടക്കമായി. ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെയും പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ സെബസ്തനോസിന്റെയും സംയുക്ത തിരുനാൾ 24, 25, 26, 27 തീയതികളിലായാണ് ആഘോഷിക്കുന്നത്. ശനിയാഴ്ച വൈകിട്ട് 5:30 സെന്റ് തോമസ് കോളേജ് എക്സിക്യൂട്ടീവ് മാനേജർ ഫാദർ ബിജു പാണേങ്ങാടൻ കാർമ്മികനായുള്ള ദിവ്യബലിക്ക് ശേഷം ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം നടന്നു. തുടർന്ന് കോഴിക്കോട് സങ്കീർത്തനയുടെ കാലം പറക്കും എന്ന നാടകം അരങ്ങേറി. ഞായറാഴ്ച രാവിലെ 6:30 ദിവ്യബലിയും 9:30 ലതീഞ്ഞ് ദിവ്യബലി, കാഴ്ച സമർപ്പണം, നൊവേന എന്നിവ നടക്കും. വികാരി ഫാദർ ജേസൺ മാറൂക്കി കാർമ്മികനാകും. തുടർന്ന് വിശുദ്ധരുടെ രൂപം എഴുന്നള്ളിപ്പും കുടുംബ കൂട്ടായ്മകളിലേക്കുള്ള അമ്പ്, വള എന്നിവയും വെഞ്ചിരിപ്പും ഉണ്ടാകും. വൈകുന്നേരം കുടുംബ കൂട്ടായ്മകളിൽ നിന്നുള്ള ഭക്തിനിർഭരമായ അമ്പ് പ്രദക്ഷിണങ്ങൾ പള്ളിയിലെത്തി സംഗമിക്കും. ശേഷം 150ഓളം ബാൻഡ് വാദ്യ കലാകാരന്മാർ അണിനിരക്കുന്ന സംയുക്തവാദ്യം അരങ്ങേറും. തിങ്കളാഴ്ച തിരുനാൾ ദിനത്തിൽ രാവിലെ 7 മണിക്ക് ദിവ്യബലിയും 10 മണിക്ക് ഫാദർ ജിജോ തറയിലിന്റെ മുഖ്യ കാർമ്മികത്വത്തിലുള്ള ആഘോഷമായ പാട്ടുകുർബാനയും ഉണ്ടാകും.
ഫാദർ അജിത് കൊള്ളന്നൂർ തിരുനാൾ സന്ദേശം നൽകും. ഉച്ചതിരിഞ്ഞ് 4-ന് ഇടവകാംഗം ഫാദർ ജോസ് കിടങ്ങൻ കാർമ്മികനായി ദിവ്യബലിയും 5 മണിക്ക് വിശുദ്ധരുടെ രൂപങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ഭക്തിനിർഭരമായ തിരുനാൾ പ്രദക്ഷിണവും നടക്കും. തുടർന്ന് വാനിൽ വിസ്മയം തീർക്കുന്ന വർണ്ണമഴയും ബാൻഡ് വാദ്യ മത്സരവും നടക്കും. വികാരി ഫാദർ ജേസൺ മാറോക്കി, കൈക്കാരന്മാരായ KV ജോയ്, അൽഫോൺസ് മുട്ടത്ത്, AK റെജി, ജോഷി വർഗീസ്, തിരുനാൾ ആഘോഷ കമ്മിറ്റി കൺവീനർ ഷാജൻ മാറോക്കി എന്നിവർ നേതൃത്വം നൽകും. കടവല്ലൂർ പൊറവൂരിൽ സാമൂഹ്യവിരുദ്ധരുടെ ശല്യം രൂക്ഷമാകുന്നു. പൊറവൂർ പാടശേഖരത്തിൽ കൊയ്ത്ത് കഴിഞ്ഞ് കെട്ടാക്കി വെച്ചിരുന്ന വൈക്കോലിന് തീയിട്ടു. തീയാളുന്നത് കണ്ട് നാട്ടുകാർ ഓടിക്കൂടിയപ്പോഴേക്കും ഇവർ സ്ഥലം വിട്ടു. വെള്ളിയാഴ്ച രാത്രി 10 മണിയോടെയാണ് സംഭവം. മുരളീധരൻ എന്ന കർഷകന്റെ 10 കെട്ടോളം വൈക്കോൽ പൂർണ്ണമായും കത്തിനശിച്ചു. രാത്രികാലങ്ങളിൽ മദ്യപരുടെയും മറ്റ് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരുടെയും വിഹാര കേന്ദ്രമാണ് ഇവിടമെന്ന് നാട്ടുകാർ പറയുന്നു. മേഖലയിൽ വഴിവിളക്കുകൾ സ്ഥാപിക്കാത്തതും നിരീക്ഷണ ക്യാമറ ഇല്ലാത്തതും സാമൂഹ്യവിരുദ്ധർക്ക് സൌകര്യമാകുന്നുണ്ട്. വിവരം അറിയിച്ചതനുസരിച്ച് പോലീസ് സ്ഥലത്തെത്തി. ആരെയും പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. രാത്രികാലങ്ങളിലെ സാമൂഹ്യവിരുദ്ധരുടെ ശല്യം ഒഴിവാക്കാൻ സത്വരമായ നടപടികൾ വേണമെന്നും നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. വാഴാവിൽ ഭഗവതി ക്ഷേത്രത്തിൽ മകരപ്പത്ത് മഹോത്സവം വർണ്ണാഭം. പുലർച്ചെ 4:30 നട തുറക്കലിന് ശേഷം അഭിഷേകങ്ങൾ, മലർനിവേദ്യം, 6-ന് കൊടിയേറ്റം, 6:15 നടക്കൽപ്പറ, 7 മണിക്ക് ഉഷപൂജ, 11-ന് ഉച്ചപൂജ എന്നിവയ്ക്ക് ശേഷം നട അടച്ചു. 1:30 നട തുറക്കലിന് ശേഷം 2 മണിക്ക് മൂലസ്ഥാനത്ത് നിന്ന് ദേവസ്വം പൂരം എഴുന്നള്ളിച്ചു. കൊമ്പൻ ചിറയ്ക്കൽ ശബരിനാഥ് തിടമ്പേറ്റി. തട്ടകത്തെ 10 ദേശങ്ങളിൽ നിന്നുള്ള പ്രാദേശിക പൂരം എഴുന്നള്ളിപ്പുകൾ ഉച്ചയോടെ ആരംഭിച്ച് ദേശം ചുറ്റിയ ശേഷം 3:20 ക്ഷേത്രാങ്കണത്തിലേക്കെത്തി. 5:45 പഞ്ചവാദ്യത്തിലും 6:45 ചെണ്ടമേളത്തിലും കൂട്ടിയെഴുന്നള്ളിപ്പ് നടന്നു. 7:45 പൂരം ആഘോഷം സമാപിച്ച ശേഷം ദേശത്തെ വേല സമുദായങ്ങളുടെ നേതൃത്വത്തിൽ മകരപ്പത്ത് മഹോത്സവത്തോടനുബന്ധിച്ചുള്ള തെയ്യം, കരിങ്കാളി തുടങ്ങിയ വിവിധ നാടൻ കലാരൂപങ്ങൾ ക്ഷേത്രത്തിലെത്തി. നിരവധി ഭക്തജനങ്ങൾ ആഘോഷത്തിൽ പങ്കാളികളായി. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ ബാലകൃഷ്ണൻ, VS സിജോ, ഷാജി പല്ലിക്കാട്ട് എന്നിവർ നേതൃത്വം നൽകി. തിരുനാൾ ആഘോഷത്തിനിടെ ബാൻഡ് കലാകാരൻ കുഴഞ്ഞു വീണ് മരിച്ചു. പാറന്നൂർ സ്വദേശി വെള്ളറ വീട്ടിൽ 74 വയസ്സുള്ള ജോണിയാണ് മരിച്ചത്. CCTVയുടെ അഞ്ഞൂർ വോയിസ് ആൻഡ് വിഷൻ കേബിൾ നെറ്റ്വർക്ക് ജീവനക്കാരി ജിനിയുടെ പിതാവാണ് ജോണി. വേലൂർ സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഇടവക ദേവാലയത്തിലെ തിരുനാൾ ആഘോഷത്തിൽ ബാൻഡ് വാദ്യത്തിനിടെയാണ് സംഭവം. വെള്ളിയാഴ്ച രാത്രി 11:40 വേലൂർ നടുവിലങ്ങാടി സെന്ററിന് സമീപം ജോണി കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ തന്നെ കൂടെ ഉണ്ടായിരുന്നവരും നാട്ടുകാരും ചേർന്ന് കേച്ചേരി ആക്ട്സ് ആംബുലൻസിൽ മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ഡോക്ടർമാർ മരണം സ്ഥിരീകരിച്ചു. മോർച്ചറിയിലേക്ക് മാറ്റിയ മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ച് പോസ്റ്റ്മോർട്ടം നടത്തി ബന്ധുക്കൾക്ക് വിട്ടു നൽകി. സംസ്കാരം പാറന്നൂർ സെന്റ് ജോസഫ് പള്ളി സെമിത്തേരിയിൽ നടത്തി. ആനിയാണ് ഭാര്യ, ജിൻഡോ മകനാണ്. ഗുരുവായൂർ KSRTCയിൽ പുതുതായി കെട്ടിടം നിർമ്മിക്കുന്നതിനും ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങുന്നതിനും സംഘാടക സമിതി രൂപീകരിച്ചു. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 4 കോടി രൂപ ഉപയോഗിച്ച് 2 നിലകളിലാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. ഫെബ്രുവരി ആദ്യവാരത്തിൽ മന്ത്രി ഗണേഷ് കുമാർ ശിലാസ്ഥാപനം നിർവഹിക്കും. നഗരസഭാ വായനശാല ഹാളിൽ നടന്ന സംഘാടക സമിതി യോഗം NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ സുനിത രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ KK ജ്യോതിരാജ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ P അനൂപ്, ഷാനി റെജി, ബിന്ദു അജിത് കുമാർ, ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസർ KP രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. വേലൂർ ചേർന്തല മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രോത്സവവേദിയിൽ നൃത്തങ്ങൾ അരങ്ങേറി. ചെന്നൈ ഫൗണ്ടേഷന്റെ ഭരതനാട്യ കച്ചേരി, ശില പെർഫോമിംഗ് ആർട്സിന്റെ നൃത്തങ്ങൾ എന്നിവയാണ് നടന്നത്. ഉത്സവത്തിന്റെ ഭാഗമായി കാളിദാസ് എടക്കുളത്തിന്റെ കർണാട്ടിക് ഫ്യൂഷൻ, ശ്രീവിദ്യ കിള്ളിക്കുരിശിമംഗലത്തിന്റെ ശീതങ്കൻ തുള്ളൽ, കൂറ്റനാട് രാവുണ്ണിപ്പണിക്കർ, അരുൺ സുബ്രഹ്മണ്യൻ, ഡോക്ടർ K അരവിന്ദാക്ഷൻ, പ്രൊഫസർ ഡോക്ടർ K A രവീന്ദ്രൻ തുടങ്ങിയവരുടെ ആധ്യാത്മിക പ്രഭാഷണങ്ങൾ, ധനജയ് കൃഷ്ണകുമാർ, പലശന ശ്രീരാജ് മാരാർ, കലാമണ്ഡലം അതുൽ മാരാർ തുടങ്ങിയവരുടെ തായമ്പക, ശങ്കരനാരായണൻ കുഞ്ചൻ സ്മാരകം കിള്ളിക്കുരിശിമംഗലത്തിന്റെ ഓട്ടൻതുള്ളൽ, കലാമണ്ഡലം രവികുമാറും സംഘവും അവതരിപ്പിക്കുന്ന മിഴാവ്, ഇടയ്ക്ക, തായമ്പക, രജനീഷ് ചാക്യാരുടെ ചാക്യാർ കൂത്ത് എന്നിവയാണ് നടന്നത്. തുടർ ദിവസങ്ങളിൽ പാലക്കാട് അഷ്ടമി വിനീതിന്റെ സോപാന സംഗീതം, വിവിധ സംഘങ്ങളുടെ കൈക്കൊട്ടിക്കളിയും ഉണ്ടാകും.
ചുണ്ടൽ സാന്റ് തോം ചർച്ച് ഉണ്ണീശോ തീർത്ഥകേന്ദ്രത്തിൽ സംയുക്ത തിരുനാൾ ആഘോഷത്തിന് കൊടിയേറി. ഉണ്ണീശോയുടെയും പരിശുദ്ധ കന്യക മാതാവിന്റെയും വിശുദ്ധ യൗസേ പിതാവിന്റെയും വിശുദ്ധ സെബസ്ത്യനോസിന്റെയും വിശുദ്ധ തോമാസ് ലീഹായുടെയും സംയുക്ത തിരുനാൾ ജനുവരി 30, 31, ഫെബ്രുവരി 1, 2 തീയതികളിലാണ് ആഘോഷിക്കുന്നത്. വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക് ഇടവക വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ തിരുനാൾ ആഘോഷത്തിന് തുടക്കം കുറിച്ച് കൊടിയേറ്റം നിർവഹിച്ചു. തുടർന്ന് ദിവ്യബലി, ലതീഞ്ഞ്, നോവേന എന്നിവ നടന്നു. കൊടിയേറ്റം മുതൽ തിരുനാൾ വരെയുള്ള ദിവസങ്ങളിൽ വൈകിട്ട് 6-ന് ആരാധന, ജപമാല എന്നിവയും 6:30-ന് ദിവ്യബലി, ലതീഞ്ഞ്, നൊവേന എന്നിവയും നടക്കും. തിരുനാൾ ആഘോഷിക്കുന്ന ജനുവരി 31 ശനിയാഴ്ച രാവിലെ 5:45-ന് ആരാധനയും ജപമാലയും, തുടർന്ന് 6:15-ന് ദിവ്യബലി, ലതീഞ്ഞ്, നൊവേന എന്നിവയും കുടുംബ കൂട്ടായ്മകളിലേക്കുള്ള അമ്പുകളുടെ വെഞ്ചിരിപ്പും വിശുദ്ധരുടെ രൂപം എഴുന്നള്ളിപ്പുമുണ്ടാകും. മെൽബൺ രൂപതാ ബിഷപ്പ് എമിരിറ്റസ് മാർ ബോസ്കോ പുത്തൂർ മുഖ്യ കാർമ്മികനാകും. ഇടവകാംഗം ഫാദർ ജെറിൻ ചൂണ്ടൽ സഹകാർമ്മികനാകും. രാത്രി 10 മണിക്ക് യൂണിറ്റുകളിൽ നിന്നുള്ള അമ്പെഴുന്നള്ളിപ്പുകൾ ദേവാലയത്തിലെത്തി സമാപിക്കും. ഫെബ്രുവരി 1 ഞായറാഴ്ച രാവിലെ 6:15-ന് ദിവ്യബലിയും 10 മണിക്ക് ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയും നടക്കും. പാവർട്ടി സെന്റ് ജോസഫ് ട്രെയിനിംഗ് കോളേജ് മാനേജർ ഫാദർ ജോസഫ് ആലപ്പാട്ട് മുഖ്യ കാർമ്മികനാകും. മറ്റം ഇടവക വികാരി ഫാദർ ഫ്രാൻസിസ് ആളൂർ തിരുനാൾ സന്ദേശം നൽകും. ഫാദർ ജോഷി ചൂണ്ടൽ സഹകാർമ്മികനാകും. ഉച്ചതിരിഞ്ഞ് 4:30-ന് ഇടവകാംഗങ്ങളായ വൈദികർ കാർമ്മികത്വം വഹിക്കുന്ന ദിവ്യബലിയും തുടർന്ന് ഭക്തി നിർഭരമായ പ്രദക്ഷിണവും നടക്കും. വൈകിട്ട് വിസ്മയ കാഴ്ചയൊരുക്കി വർണ്ണമഴ അരങ്ങേറും. ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ, കൈക്കാരന്മാരായ CJ ഫ്രാൻസിസ്, MO ഫിലിപ്പ്, തോംസൺ ജേക്കബ്, ജനറൽ കൺവീനർ ജോയ് അറക്കൽ എന്നിവർ തിരുനാൾ ആഘോഷത്തിന് നേതൃത്വം നൽകും. മലങ്കര ഓർത്തഡോക്സ് സഭ കുന്നംകുളം ഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന കൺവെൻഷന് തുടക്കമായി. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലായി കുന്നംകുളം ബെഥനി സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സജ്ജമാക്കിയ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൌലോസ് ദ്വിതീയൻ നഗറിലാണ് കൺവെൻഷൻ നടക്കുന്നത്. വെള്ളിയാഴ്ച വൈകിട്ട് കുന്നംകുളം ഭദ്രാസന മെത്രാപ്പോലീത്ത ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് ഉദ്ഘാടനം നിർവഹിച്ചു. ദിവസവും വൈകിട്ട് 6 മണിക്ക് സന്ധ്യാ നമസ്കാരത്തോടെയാണ് ശുശ്രൂഷകൾക്ക് തുടക്കമാവുക. ഞായറാഴ്ച രാവിലെ 10:30-ന് സൺഡേ സ്കൂൾ ബാലജന സംഗമവും കൺവെൻഷന്റെ ഭാഗമായി നടക്കും. ഫാദർ സഖറിയ തോമസ്, ഫാദർ നോബിൾസ് കറിയ, ഫാദർ എബി ഫിലിപ്പ് എന്നിവരാണ് വചന സന്ദേശം നൽകുന്നത്. സംഘാടക സമിതി ഭാരവാഹികളായ ഫാദർ സ്റ്റീഫൻ ജോർജ്, ഫാദർ VM സാമുവൽ, ഫാദർ ഗീവർഗീസ് കെ വിൽസൺ, എഡ്വി സഖറിയ, ഡോക്ടർ KC ലോഫിസൺ, CK ബാബു എന്നിവർ നേതൃത്വം നൽകും. ആളൂർ സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവക ദേവാലയത്തിൽ സംയുക്ത തിരുനാളിന് തുടക്കമായി. ഇടവക മധ്യസ്ഥനായ വിശുദ്ധ സെബസ്ത്യനോസിന്റെയും വിശുദ്ധ അന്തോണീസിന്റെയും വിശുദ്ധ യൗസേ പിതാവിന്റെയും സംയുക്ത തിരുനാൾ ശനി, ഞായർ ദിവസങ്ങളിലായാണ് ആഘോഷിക്കുന്നത്. ജനുവരി 16-ന് നടന്ന കൊടിയേറ്റം മുതൽ തിരുനാൾ വരെയുള്ള ദിവസങ്ങളിൽ വൈകിട്ട് 6 മണിക്ക് ദേവാലയത്തിൽ ആഘോഷമായ പാട്ടുകുർബാന, ലതീഞ്ഞ്, നൊവേന എന്നിവ നടന്നു. ശനിയാഴ്ച രാവിലെ 6:15-ന് തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജെയ്സൺ കൂനമ്പ്ളാക്കൽ കാർമ്മികനായി ദിവ്യബലി, ലതീഞ്ഞ്, നൊവേന എന്നിവയ്ക്കു ശേഷം കൂടുതുറക്കൽ ശുശ്രൂഷയും അമ്പ്, വള എന്നിവയുടെ വെഞ്ചരിപ്പുമുണ്ടായി. കുടുംബ യൂണിറ്റുകളിൽ നിന്നുള്ള അമ്പ് എഴുന്നള്ളിപ്പുകൾ രാത്രി ദേവാലയത്തിലെത്തി സമാപിക്കും. തുടർന്ന് മെഗാ ബാൻഡ് വാദ്യമേളവും ആകാശവിസ്മയവും അരങ്ങേറും. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ 6-ന് ദിവ്യബലിയും 10-ന് ആഘോഷമായ പാട്ടുകുർബാനയും നടക്കും. ആമ്പല്ലൂർ സ്പിരിച്വൽ ആനിമേഷൻ സെന്റർ ഡയറക്ടർ ഫാദർ ബിജു ആലപ്പാട്ട് മുഖ്യ കാർമ്മികനാകും. തൃശൂർ സെന്റ് ജോസഫ് പ്രീസ്റ്റ് ഹോമിലെ ഫാദർ ബാസ്റ്റിൻ പൊന്നോലിപ്പറമ്പിൽ തിരുനാൾ സന്ദേശം നൽകും. വൈകിട്ട് 5-ന് ഫാദർ ജോജു ചിരിയങ്കണ്ടത്ത് കാർമ്മികനായി ദിവ്യബലിയും ലതീഞ്ഞ്, നൊവേന എന്നിവയുമുണ്ടാകും. തുടർന്ന് ഭക്തിനിർഭരമായ പ്രദക്ഷിണവും നടക്കും. വികാരി ഫാദർ ജാക്സൺ ചാലക്കൽ, കൈക്കാരന്മാരായ ജീസൺ ചാലക്കൽ, സിംസൺ കൂത്തൂർ, സേവി പുലിക്കോട്ടിൽ, ജനറൽ കൺവീനർ റാഫേൽ തട്ടിൽ എന്നിവർ തിരുനാളാഘോഷത്തിന് നേതൃത്വം നൽകും. വടക്കേക്കാട് തിരുവളയന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികവും യാത്രയപ്പ് സമ്മേളനവും ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK ഷിബു ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ഷാജഹാൻ അധ്യക്ഷത വഹിച്ചു. വടക്കേക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിൽസി ബാബു വിരമിക്കുന്ന അധ്യാപകരുടെ ഫോട്ടോ അനാച്ഛാദനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഷംസീര അഷ്റഫ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രവീണ സത്യൻ, ഗ്രാമപഞ്ചായത്ത് മെമ്പർ അശോകൻ എടക്കാട്, മാനേജർ സോണി, പ്രിൻസിപ്പൽ ഇൻചാർജ് ഷീന ജോർജ് എന്നിവർ സംസാരിച്ചു. കേരള സ്കൂൾ കലോത്സവത്തിൽ അറബിക് മോണോ ആക്ട് മത്സരത്തിൽ A ഗ്രേഡ് കരസ്ഥമാക്കിയ നിസ്വ ഷെരീഫ്, സംസ്ഥാനതല IT ടീച്ചിംഗ് മത്സരത്തിൽ UP വിഭാഗം A ഗ്രേഡ് നേടിയ ജോഫി ടീച്ചർ, SCRT പാഠ്യപുസ്തക രചനാ സമിതി അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട ഡോക്ടർ KC രേണുക ജ്യോതി എന്നിവരെ ആദരിച്ചു. പാഠ്യേതര വിഷയങ്ങളിലും കലാകായിക മേഖലകളിലും ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ അനുമോദിച്ചു. പ്രധാന അധ്യാപിക KI ജിഷ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി മുനീർ നന്ദിയും പറഞ്ഞു. വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി.
ഒഴിവു സമയവും അവധി ദിനങ്ങളും പ്രയോജനപ്പെടുത്തി മണ്ണിൽ പൊന്നു വിളയിക്കുകയാണ് പുന്നേർകുളം KSEB സെക്ഷനിലെ ജീവനക്കാരായ 4 സംഘം. പച്ചക്കറി കൃഷിയിൽ വ്യാപൃതരാകുന്നതിലൂടെ ജോലി സമ്മർദ്ദം ലഘൂകരിക്കാനാകുന്നതായും ഇവർ സാക്ഷ്യപ്പെടുത്തുന്നു. ഏകദേശം 18 സെന്റ് ഭൂമിയിലാണ് സബ് എഞ്ചിനീയർ ലിജിത്ത്, ലൈൻമാൻ വിനു, കരാറുകാരായ മോഹൻദാസ് എന്നിവരുടെ നേതൃത്വത്തിൽ കൃഷി ചെയ്യുന്നത്. ഇവരെ കൂടാതെ കരാറുകാരനായ പ്രസാദും മറ്റ് ജീവനക്കാരും ഒഴിവു സമയങ്ങളിൽ ഇവർക്ക് പൂർണ്ണ പിന്തുണയുമായി കൃഷിയിൽ ഏർപ്പെടാറുണ്ട്. പുന്നേർകുളം KSEB ഓഫീസിന് കിഴക്കുഭാഗം കാട് പിടിച്ചു കിടന്നിരുന്ന സബ്സ്റ്റേഷൻ പറമ്പിലാണ് ജീവനക്കാരുടെ നേതൃത്വത്തിൽ പച്ചക്കറി കൃഷി നടത്തുന്നത്. കഴിഞ്ഞ വർഷം പരീക്ഷണാടിസ്ഥാനത്തിൽ കുറച്ച് സ്ഥലത്ത് കൃഷി ചെയ്തിരുന്നു. ഇത് ബലം കണ്ടതോടെയാണ് വിപുലമായ രീതിയിൽ കൃഷി നടത്തുവാൻ ഇറങ്ങിത്തിരിച്ചത്. ജോലി കഴിഞ്ഞ് ദിവസവും 5 മണിക്ക് ശേഷം തോട്ടത്തിലേക്ക് ഇറങ്ങിയാൽ ഏകദേശം 10 മണി വരെ പരിചരണം തുടരും. ജോലി സമ്മർദ്ദം കുറയ്ക്കുന്നതിനുവേണ്ടി RPTA ട്രെയിനിങ്ങിന്റെ ഭാഗമായി ലഭിച്ച ക്ലാസുകളിൽ നിന്നുള്ള ഉപദേശമനുസരിച്ച് മനസ്സിനിണങ്ങുന്ന രീതിയിലുള്ള പ്രവൃത്തിയിൽ ഏർപ്പെടണമെന്ന അടിസ്ഥാനത്തിലാണ് സംഘം കൃഷി തിരഞ്ഞെടുത്തത്. ജോലി ചെയ്തിട്ടുള്ള ബാക്കിയുള്ള ടൈം നമ്മൾ ഫുള്ളായിട്ട് കൃഷിയാണ് നമ്മൾ തിരഞ്ഞെടുത്തത്. നമ്മളൊരു ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടായിരുന്നു. KSEB തന്നെ ഒരു ട്രെയിനിങ് ഉണ്ടായിരുന്നു RPTAയിൽ. ആ ട്രെയിനിങ്ങിൽ നിന്ന് കിട്ടിയ ഒരു വാർത്തയാണ് നമുക്ക് പ്രചോദനമായത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിങ്ങനെ ഒരു സംഭവം തുടങ്ങുന്നത്. ഇപ്പോൾ ഞങ്ങൾക്ക് നല്ല വ്യത്യാസമുണ്ട്. ഞങ്ങളെ സ്ട്രെസ്സും സ്ട്രെയിനും ഇതൊക്കെ വളരെയധികം കുറഞ്ഞു. ഞങ്ങൾക്ക് നന്നായി സുഖമായിട്ട് ജോലി ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ വളരെ വ്യത്യാസം തോന്നുന്നുണ്ട്. ജൈവവളമാണ് പരമാവധി യൂസ് ചെയ്യണത്. ജീവാമൃതമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ. അതായത് ഗോമൂത്രം, ശർക്കര, കടലപ്പിണ്ണാക്ക്, വേപ്പിപ്പിണ്ണാക്ക്, അങ്ങനെയുള്ള ഇതെല്ലാം നമ്മളൊരു ഡ്രമ്മിലാക്കി അത്ര തന്നെ വെള്ളത്തിൽ ഇട്ട് വെച്ച് കുളിപ്പിച്ച് ആണ് ഇവർക്ക് ഒഴിക്കണത്. അത് നമ്മൾ ഒന്നരാടം ചെയ്യുന്നുണ്ട്. അതിൻ്റെയാണ് ആ ഗ്രോത്ത് കാണുന്നത്. ഓൺലൈനിൽ നിന്നും ശേഖരിച്ച ബ്ലാത്താങ്കാര ചീര, നാടൻ ചീര, വള്ളിപ്പയർ, കുക്കുംബർ, 2 തരം തണ്ണിമത്തൻ, ചുരയ്ക്ക, കയ്പയ്ക്ക, പടവലം, കേബേജ്, മത്തൻ, കുമ്പളങ്ങ തുടങ്ങിയവയാണ് കൃഷി ചെയ്തിട്ടുള്ളത്. ജൈവവളം മാത്രമാണ് ഉപയോഗിക്കുന്നത്. ജീവനക്കാരുടെ വീടുകളിൽ നിന്നും ശേഖരിക്കുന്ന ഗോമൂത്രം, ചാണകം, ആട്ടിൻകാഷ്ടം എന്നിവയാണ് വളം. കൂടാതെ മറ്റ് കർഷകരുടെ ഉപദേശാനുസൃതം ജീവനക്കാർ തന്നെ ഉണ്ടാക്കിയ ജീവാമൃതം ലായനി ഇടവിട്ട ദിവസങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്. നിലവിൽ ചീര വിളവെടുക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. തങ്ങളുടെ അധ്വാനത്തിന് പ്രതീക്ഷിച്ച ഫലം ലഭിച്ച സന്തോഷത്തിലാണ് ജീവനക്കാർ. തിരുവത്ര ശ്രീ നാഗഹരിക്കാവ് ക്ഷേത്രത്തിലെ 10ാം ഉദയ വേല മഹോത്സവം ഭക്തിസാന്ദ്രമായി. രാവിലെ ഗണപതി ഹവനം, നവകം, പഞ്ചഗവ്യം, അഭിഷേക പൂജകൾ നടന്നു. തുടർന്ന് തിരുവത്ര ശിവക്ഷേത്രത്തിൽ നിന്നും ഭഗവതിയുടെ തിടമ്പെഴുന്നള്ളിപ്പ് വാദ്യാഘോഷത്തോടെ ക്ഷേത്രത്തിലെത്തി. കുരഞ്ഞിയൂർ മോഹനനും സംഘവും വാദ്യമേളവും വിവിധ ഉത്സവാഘോഷ കമ്മിറ്റികളുടെ വരവും പൂരങ്ങളും ഉണ്ടായി. ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങളായ PM മുകുന്ദൻ, MS വേലായുധൻ, MV മോഹൻദാസ്, MS ജനാർദ്ദനൻ, MS ശ്രീവത്സൻ, MC അഖിലൻ എന്നിവർ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. ഗുരുവായൂർ ദേവസ്വം കീഴടമായ മമ്മിയൂർ നാരായണം കുളങ്ങര ക്ഷേത്രോത്സവത്തിന് ആയിരങ്ങളെത്തി. ഭഗവതിയുടെ താലപ്പൊലിയോടനുബന്ധിച്ച് 26 ദേശപൂരങ്ങളാണ് ക്ഷേത്ര സന്നിധിയിലെത്തിയത്. ആന, കാവടി, കരിങ്കാളി, വാദ്യമേളങ്ങൾ എന്നിവ എഴുന്നള്ളിപ്പുകൾക്ക് അകമ്പടിയായി. മേലേക്കാവിൽ 2 നേരങ്ങളിലായി പഞ്ചവാദ്യത്തോടെ എഴുന്നള്ളിപ്പ്. സന്ധ്യയ്ക്ക് നാഗസ്വരം, തായമ്പക, പാന എന്നിവ നടന്നു. ഭഗവതി സന്നിധിയിൽ ദേവസ്വം കോമരം സുരേന്ദ്രൻ നായർ നിറപറ ചൊരിഞ്ഞു. രാത്രിയും വിവിധ ദേശങ്ങളിൽ നിന്നുള്ള എഴുന്നള്ളിപ്പുകൾ ക്ഷേത്രാങ്കണത്തിലെത്തി. ഗുരുതി, അഗ്നി ആരാധന എന്നിവയും ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ബ്ലാങ്ങാട് ബീച്ചിൽ കടലിൽ ചാടി ആത്മഹത്യ ചെയ്ത ആളെ തിരിച്ചറിഞ്ഞു. കോഴിക്കോട് പയ്യോളി സ്വദേശി മനോജ് കുമാറാണ് മരിച്ചത്. ഇയാളുടെ ബന്ധുക്കൾ തൃശൂരിലെത്തി. കഴിഞ്ഞ ദിവസം രാത്രിയാണ് മനോജ് കുമാറിനെ കടലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വെള്ളാറ്റഞ്ഞൂർ ശ്രീ കൂട്ടുമൂച്ചിക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ ശ്രീമൂലസ്ഥാനത്ത് പുതിയതായി നിർമ്മിച്ച ചുറ്റുമതിലിന്റെ സമർപ്പണം നടത്തി. ക്ഷേത്രം മേൽശാന്തി നടുവിൽ മഠം ശ്രീനിവാസ് അയ്യർ സമർപ്പണ കർമ്മം നിർവഹിച്ചു. പുതൂർ നാരായണ മേനോൻ മകൾ പാറുക്കുട്ടി ടീച്ചറുടെ സ്മരണയായാണ് ചുറ്റുമതിൽ നിർമ്മിച്ചിട്ടുള്ളത്. അന്നദാന മണ്ഡപ നിർമ്മാണ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത്. ചടങ്ങിൽ നിർമ്മാണ കമ്മിറ്റി ഭാരവാഹികൾ, ഭരണസമിതി ഭാരവാഹികൾ, ഭക്തജനങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. കാട്ടകമ്പാൽ പഞ്ചായത്തിലെ JLG ഗ്രൂപ്പുകൾക്ക് പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു. പഞ്ചായത്തിലെ 15ഓളം ഗ്രൂപ്പുകൾക്കാണ് വഴുതന, മുളക്, തക്കാളി, വെണ്ട എന്നിവയുടെ തൈകൾ നൽകിയത്. കാർഷിക മേഖലയെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തിയ തൈ വിതരണത്തിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് K ജയശങ്കർ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് മിനി ഐപ്പ് അധ്യക്ഷത വഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MP രാജൻ, ക്ഷേമകാര്യ കമ്മിറ്റി ചെയർപേഴ്സൺ ശൈലജ അരുൺദാസ്, പഞ്ചായത്ത് അംഗങ്ങൾ, കുടുംബശ്രീ ചാർജ് ഓഫീസർ AK സുജ തുടങ്ങിയവർ സംസാരിച്ചു.
ഡിവൈഎഫ്ഐ എസ്എഫ്ഐ നേതാക്കൾക്കെതിരെ അക്രമം അഴിച്ചുവിടുന്ന മയക്കുമരുന്ന് ക്രിമിനൽ സംഘത്തിനെതിരെ സിപിഎം ഡിവൈഎഫ്ഐ സംയുക്ത ആഭിമുഖ്യത്തിൽ ചിറക്കൽ സെന്ററിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തി. സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം എം.എൻ. സത്യൻ ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി വി.എസ്. ലെനിൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ കമ്മിറ്റി അംഗം ടി.സി. ചെറിയാൻ സംസാരിച്ചു. സിപിഐഎം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വി.കെ. ബാബുരാജ് സ്വാഗതവും ഡിവൈഎഫ്ഐ മേഖലാ ട്രഷറർ അനുമോൻ സി. തമ്പി നന്ദിയും പറഞ്ഞു. പുന്നയൂർ പാവിട്ടുകുളങ്ങര ശിവഭദ്ര ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവത്തോടനുബന്ധിച്ച് വിവിധ മാതൃസമിതികളുടെ നേതൃത്വത്തിൽ നടത്തിയ പൊങ്കാല സമർപ്പണം ഭക്തിസാന്ദ്രമായി. ഫെബ്രുവരി 6 വെള്ളിയാഴ്ചയാണ് ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം ആഘോഷിക്കുക. ശിവനും ഭദ്രകാളിയും ഒരു പീഠത്തിൽ കുടികൊള്ളുന്ന അപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണ് പാവിട്ടക്കുളങ്ങര ശിവഭദ്ര ക്ഷേത്രം. മകരമാറിന് ചൊവ്വാഴ്ച ക്ഷേത്രം തന്ത്രി പഴങ്ങാമ്പറമ്പത്തുമന കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകൾക്ക് ശേഷം കൊടിയേറ്റം നടത്തിയാണ് തിരുവുത്സവത്തിന് തുടക്കം കുറിച്ചത്. ശനിയാഴ്ച രാവിലെ 9 മണിക്ക് ക്ഷേത്രം തന്ത്രി ശരത് നമ്പൂതിരി പൊങ്കാല സമർപ്പണത്തിനായി ഒരുക്കിയ അടുപ്പിൽ ആദ്യ തിരി കൊളുത്തി. തുടർന്ന് 350ഓളം അടുപ്പുകളിൽ തീ പകർന്നതോടെ കാവിലമ്മയുടെ തിരുവോത്സവ കാഴ്ചയായ വേലമഹോത്സവത്തിന് പൊങ്കാല തയ്യാറാക്കി ദേവീപ്രീതിക്കായി സമർപ്പിച്ചു. ഇതിന്റെ ഭാഗമായി ദണ്ഡൻ സ്വാമിക്കാവിലും പൊങ്കാല സമർപ്പണവും പൂജയുമുണ്ടായിരുന്നു. മൂക്കുതല അപ്പുമാരാരുടെ നേതൃത്വത്തിൽ മേളവും നടന്നു. മാതൃസമിതി പ്രസിഡന്റ് ഷീജ മോഹനൻ, സെക്രട്ടറി വി. ചന്ദ്രിക തുടങ്ങിയവരും മറ്റംഗങ്ങളും പൊങ്കാലയ്ക്ക് നേതൃത്വം നൽകി. കൊടിയേറ്റം മുതൽ താലപ്പൊലി ഉത്സവം വരെ പൊന്നാനി ഹരിക്കുറുപ്പിന്റെ നേതൃത്വത്തിൽ രാത്രി 9 മണിക്ക് കളമെഴുത്തുപാട്ടുമുണ്ടായിരിക്കും. പരിപാടികൾക്ക് ക്ഷേത്രം പ്രസിഡന്റ് കാരയിൽ വിജയൻ, സെക്രട്ടറി ദയാനന്ദൻ മാമ്പുള്ളി, ട്രഷറർ പ്രകാശൻ ചന്ദിരുത്തിൽ തുടങ്ങിയവരും ക്ഷേത്രം ഭാരവാഹികളും നേതൃത്വം നൽകി. പഴഞ്ഞി മാർ ബസേലിയോസ് സ്കൂളിൽ സംഘടിപ്പിച്ച കിഡ്സ് ഫെസ്റ്റ് ടാലന്റിയ 2K26 വർണ്ണാഭമായി. സ്കൂൾ അങ്കണത്തിൽ മാനേജർ ഫാദർ ജോൺ ഐസക് പതാക ഉയർത്തി. കിഡ്സ് ഫെസ്റ്റ് കാട്ടകാമ്പാൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ. ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ ജിൻസി സജു അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർമാരായ അഞ്ജു സുധീഷ്, സ്വപ്ന പ്രിൻസ്, അഖിൽ, പള്ളി ട്രസ്റ്റി സാംസൺ പുലിക്കോട്ടിൽ, പ്രധാന അധ്യാപകൻ ജീബ്ലസ് ജോർജ്, PTA പ്രസിഡന്റ് ജിമോൻ ജെയിംസ്, വൈസ് പ്രസിഡന്റ് സോണി സക്കറിയ, MPTA പ്രസിഡന്റ് ജൂബി സജി, വൈസ് പ്രസിഡന്റ് ഹേമ സുജിത്ത് എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഫാൻസി ഡ്രസ്, ഇംഗ്ലീഷ് മലയാളം ആക്ഷൻ സോങ്, കഥാവതരണം, സ്മാർട്ട് കിഡ് തുടങ്ങി വിവിധ മത്സരങ്ങൾ വിവിധ വേദികളിൽ അരങ്ങേറി. LKG മുതൽ 4ാം ക്ലാസ് വരെ വിദ്യാർത്ഥികൾക്കായി നടത്തിയ മത്സരങ്ങളിലെ വിജയികൾക്ക് സമ്മാനവും സർട്ടിഫിക്കറ്റും വിതരണം ചെയ്തു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച സ്കൂളിന്റെ രക്ഷിതാക്കളും പൂർവ്വ വിദ്യാർത്ഥികളുമായ ജനപ്രതിനിധികളെയും ആദരിച്ചു. രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥികളുടെയും നിറസാന്നിധ്യം പരിപാടിക്ക് മാറ്റേകി. അധ്യാപകരായ ജിൻസി പി ജോ, KT പോൾ എന്നിവർ നേതൃത്വം നൽകി. കേന്ദ്ര ഗവൺമെന്റ് പെൻഷനേഴ്സ് അസോസിയേഷൻ കുന്നംകുളം ബ്രാഞ്ചിന്റെ കുടുംബസംഗമം കുന്നംകുളം ലിവ ടവറിൽ നടത്തി. പഴഞ്ഞി MD കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ തോമസ് മാത്യു ഉദ്ഘാടനം ചെയ്തു. സംഘടനയുടെ കുന്നംകുളം ബ്രാഞ്ച് പ്രസിഡന്റ് PC ജോർജ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വാസ്തുശാസ്ത്ര വിദഗ്ധൻ കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് മുഖ്യാതിഥിയായി. ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് ലബീബ് ഹസൻ, ആര്യ ഐ കെയറിലെ ഡോക്ടർ ലിജോ എന്നിവർ മുഖ്യാതിഥികളായി. CGPA കേരള ജനറൽ സെക്രട്ടറി TL വെങ്കിടേശ്വരൻ, കുന്നംകുളം ബ്രാഞ്ച് സെക്രട്ടറി PA ഭാസ്കരൻ, ട്രഷറർ OI വിൻസെന്റ് തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ 80 വയസ്സ് കഴിഞ്ഞ അംഗങ്ങളെ ആദരിച്ചു. CGPA അംഗങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും വിവിധ കലാപരിപാടികളും അരങ്ങേറി. കുടുംബസംഗമത്തിന്റെ ഭാഗമായി രാവിലെ 8:30 മുതൽ 10 മണി വരെ ആര്യ കെയറിന്റെ സഹകരണത്തോടെ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പും ഉണ്ടായി. എരുമപ്പെട്ടി ശങ്കരൻകാവ് ഭഗവതി ക്ഷേത്രത്തിലെ മകരപ്പത്ത് ആഘോഷം ആരംഭിച്ചു. 4 മണിക്ക് പള്ളി ഉണർത്തൽ, 5-ന് മഹാഗണപതി ഹോമം, 6 മണി മുതൽ വിശേഷാൽ പൂജകളും തുടർന്ന് കൈലാസ് മാരാരുടെ നേതൃത്വത്തിൽ അഷ്ടപതി എന്നിവ നടന്നു. രാവിലെ 9 മണിക്ക് ക്ഷേത്രനടയിൽ നടക്കൽപ്പറ ആരംഭിച്ചു. നെൽപ്പറ, അരി, അവിൽ തുടങ്ങി പറവയ്ക്കാനും തിരക്കുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് 1 മണിക്ക് പഞ്ചവാദ്യത്തോടെ കൂട്ടിയെഴുന്നള്ളിപ്പും വൈകിട്ട് 5 മണിയോടെ മേളത്തോടുകൂടിയുള്ള കൂട്ടിയെഴുന്നള്ളിപ്പും ഉണ്ടായി. ശങ്കരൻകാവ് മകരപ്പത്ത് ആഘോഷത്തിന്റെ ഭാഗമായി എരുമപ്പെട്ടി വിഭാഗത്തിന്റെ ആനച്ചമയ പ്രദർശനവും ബാൻഡ് വാദ്യവും നടത്തി. പ്രസിഡന്റ് NV സുരേഷ്, സെക്രട്ടറി MK രാജേഷ്, രക്ഷാധികാരി KL സുനീഷ്, ട്രഷറർ AK ജയൻ, സ്വാമിനാഥൻ, ഹരിദാസൻ എന്നിവർ ചേർന്ന് ദീപം തെളിയിച്ചു. തുടർന്ന് CRP പാലക്കാടിന്റെ ബാൻഡ് വാദ്യം ഉണ്ടായി. ഊട്ടോളി മഹാദേവൻ, മാധവൻകുട്ടി, പട്ടാമ്പി മണികണ്ഠൻ എന്നീ ഗജവീരന്മാർ എഴുന്നള്ളിപ്പിൽ അണിനിരന്നു. തിമിലയിൽ ചോറ്റാനിക്കര നന്ദപ്പമാരാർ, മദ്ദളത്തിൽ കോട്ടയ്ക്കൽ രവി, ഇടക്കയിൽ തിരുവില്ലാമലഹരി, കൊമ്പിൽ പേരാമംഗലം വിജയൻ, ഇലത്താളത്തിൽ മീറ്റ്ന രാമകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകുന്ന മേജർ സെറ്റ് പഞ്ചവാദ്യവും നടന്നു.
വടക്കേക്കാട് അലിഫ് ചാരിറ്റബിൾ സൊസൈറ്റിയും അഭയം ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായി ക്രോണിക് പെയിൻ മാനേജ്മെന്റ് ഫിസിയോതെറാപ്പി ക്യാമ്പ് സംഘടിപ്പിച്ചു. ശനിയാഴ്ച രാവിലെ 10:30 മുതൽ 5 മണി വരെയായിരുന്നു ക്യാമ്പ്. വടക്കേക്കാട് അഭയം മൾട്ടിപർപ്പസ് ഹാളിൽ നടത്തിയ ക്യാമ്പ് കേണൽ മരക്കാർ ഉദ്ഘാടനം ചെയ്തു. മൈമുന അഭയം അധ്യക്ഷത വഹിച്ചു. മുൻ ബ്ലോക്ക് അംഗവും അഭയം വളണ്ടിയറുമായ ബിജു പള്ളിക്കര, ഉസ്മാൻ ചന്ദനത്ത്, ഹനീഫ മുഖഞ്ചേരി, സൈബുനിസ തുടങ്ങിയവർ സംസാരിച്ചു. തിരുവനന്തപുരം വെൽകെയർ ഫിസിയോതെറാപ്പി ആൻഡ് റിഹാബിലിറ്റേഷൻ ഡോക്ടർ ധാരാരാജ് ബോധവൽക്കരണം നടത്തി. ഫിസിയോതെറാപ്പിക്ക് നേതൃത്വം നൽകി. അലിഫ് ചാരിറ്റബിൾ ട്രസ്റ്റ് കോർഡിനേറ്റർ ഷെജിൽ കുഞ്ഞുമോൻ സ്വാഗതവും അഭയം വളണ്ടിയർ സിറാജുദ്ദീൻ നന്ദിയും പറഞ്ഞു. നിഷാദ് കുന്നമ്പത്ത്, സഹീർ പറയങ്ങാട്ടിൽ, ഷമീർ എരണ്ടക്കാട്ടയിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. നിരവധി പേർ ക്യാമ്പിൽ പങ്കെടുത്തു. 64ാമത് സംസ്ഥാന കേരള സ്കൂൾ കലോത്സവത്തിൽ കേരള നടനം, നാടോടി നൃത്തം മത്സരങ്ങളിൽ എ ഗ്രേഡ് കരസ്ഥമാക്കിയ നിവേദ് സന്തോഷിനെ ആദരിച്ചു. കടങ്ങോട് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുഗിജ സുമേഷ് ഉപഹാരം നൽകി. മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ കെ മണി, സുമേഷ്, കെ കെ രാജൻ എന്നിവർ പങ്കെടുത്തു. ഉപജീവനം പദ്ധതിയുടെ ഭാഗമായി വടക്കേക്കാട് ICA ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ തയ്യൽ മെഷീൻ സമ്മാനിച്ചു. വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജിൽസി ബാബു ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ കൺവീനർ കുഞ്ഞാലി വി മൊയ്തു അധ്യക്ഷത വഹിച്ചു. 14ാം വാർഡ് മെമ്പർ നിഷ ബനോജ്, PTA പ്രസിഡന്റ് മുജീബ് റഹ്മാൻ എന്നിവർ സംസാരിച്ചു. പ്രിൻസിപ്പൽ മുഹമ്മദ് അലി സ്വാഗതവും പ്രോഗ്രാം ഓഫീസർ രാജി ബെന്നി നന്ദിയും പറഞ്ഞു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 14,540 രൂപ, പവന് 1,16,320 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 337 രൂപ. ചരമം. ചിരളയം കരുമാങ്കുഴി വീട്ടിൽ ജോസഫ് ഉപദേശി മകൾ കുഞ്ഞാമ നിര്യാതയായി. 72 വയസ്സായിരുന്നു. സംസ്കാരം ആർത്താറ്റ സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ സെമിത്തേരിയിൽ നടത്തി. അവിവാഹിതയാണ്. പറവട്ടാണി കുന്നത്തൂങ്കര കുറ്റിക്കാട് പരേതനായ സക്കറിയ ഭാര്യ ആനി ജോസ് നിര്യാതയായി. 90 വയസ്സായിരുന്നു. സംസ്കാരം പടിഞ്ഞാറേക്കോട്ട സെന്റ് ഇഗ്നേഷ്യസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ പള്ളി സെമിത്തേരിയിൽ നടത്തി. പരേതനായ പീറ്റർ, ജോസഫ് എന്നിവർ മക്കളാണ്. പുന്നയൂർ എടക്കര മിനി സെന്റർ കിഴക്കുഭാഗം കർണംകോട്ട് അപ്പുണ്ണി നിര്യാതനായി. 82 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പരേതയായ ജാനുവാണ് ഭാര്യ. ബാലൻ, ബാബു, ശശി, ഹരി, ജയൻ, ശൈല എന്നിവർ മക്കളാണ്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. പ്രസിദ്ധമായ അഞ്ഞൂർ പാർക്കാടി ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം നാളെ. ഒരുക്കങ്ങൾ പൂർത്തിയായി. വിവിധ ദേശങ്ങളിൽ നിന്നായി 50ഓളം ഗജവീരന്മാർ കൂട്ടിയെഴുന്നള്ളിപ്പിൽ അണിനിരക്കും. ദേശീയപാത 66 എടക്കഴിയൂർ കാജ സ്റ്റോപ്പിന് സമീപം കോൺക്രീറ്റ് റെഡി മിക്സ് ലോറിക്ക് പുറകിൽ കാറിടിച്ച് കാർ യാത്രികൻ മരിച്ചു. കൊടുങ്ങല്ലൂർ താനിയത്തിൽ 65 വയസ്സുള്ള രാമനാഥനാണ് മരിച്ചത്. കാറിലുണ്ടായിരുന്ന 3 പേർക്ക് ഗുരുതര പരിക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ UDF വൻ ഭൂരിപക്ഷത്തോടുകൂടി ഭരണത്തിൽ തിരിച്ചുവരുമെന്നും മണലൂരിൽ നഷ്ടപ്പെട്ട പ്രഭാവം വീണ്ടെടുത്ത മികച്ച വിജയം UDFനുണ്ടാകുമെന്നും AICC സെക്രട്ടറി TN പ്രതാപൻ. മണലൂർ നിയോജക മണ്ഡലം നേതൃയോഗം പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. ചേറ്റുവ ഹാർബറിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോയി കടലിൽ തെറിച്ചു വീണ് കാണാതായ തൊഴിലാളിയുടെ മൃതദേഹം കണ്ടെത്തി. ഏങ്ങണ്ടിയൂർ ഏത്തായി കരുപ്പയിൽ ശങ്കുരുമകൻ വിജീഷാണ് മരിച്ചത്. മൃതദേഹം കണ്ടെത്തിയത് മന്നലാം കുന്നിന് പടിഞ്ഞാറ് 12 നോട്ടിക്കൽ മൈൽ അകലെ ആഴക്കടലിൽ നിന്ന്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.